സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് നയൻതാരയ്ക്ക് ഇഷ്ടമല്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന കല്യാണ വീഡിയോയുടെ അല്ല കേട്ടോ ഡോക്യുമെന്ററിയുടെ തുടക്കം. പിന്നെ അങ്ങോട്ട് സാധാരണ ആരാധകർ മുതൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രമുഖർ വരെ മിനിറ്റിന് 4 നേരം വെച്ച് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കഥാനായികയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പാവം. ബിയോണ്ട് ദി ഫെയറി ടെയിൽ അഥവാ കെട്ടുകഥകൾക്കപ്പുറത്ത് സൂപ്പർ താര പദവിയിലേക്കുള്ള വളർച്ചയും അതിനിടെയുള്ള പോരാട്ടങ്ങളുടെയും ഒക്കെ യഥാർത്ഥ കഥകൾ പ്രതീക്ഷിച്ച് കാണാനിരുന്നാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ഒരു ദിവസം വീട്ടിൽ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരുന്ന നയൻതാരയ്ക്ക് സത്യൻ അന്തിക്കാടിന്റെ ഫോൺ കോൾ വരുന്നു. അവിടെ നിന്നാണ് തുടക്കം. സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണം നിരസിച്ചിട്ടും നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നു. അങ്ങനെ മനസ്സിനക്കരയിൽ ജയറാമിന്റെ നായികയായി. അടുത്തത് ഫാസിലിന്റെ വിസ്മയത്തുമ്പത്തിൽ മോഹൻലാലിന്റെ നായിക. ഇതാണ് സിനിമയിലെത്താനുള്ള സ്ട്രഗിൾ. പിന്നെ അങ്ങോട്ട് വെച്ചടി സ്ട്രഗിൾസ് ആണ്. ശരത് കുമാറിന്റെ നായികയായി തമിഴിലേക്ക്, അജിത്തിനൊപ്പം ബില്ലയിലെ മേക്ക് ഓവർ, നാഗാർജുനയ്ക്കൊപ്പം തെലുങ്കിൽ. സ്ട്രഗിൾ. ഇതിനിടയ്ക്ക് ആദ്യത്തെ കാമുകൻ പറഞ്ഞതനുസരിച്ച് സിനിമ അഭിനയവും നിർത്തിയായിരുന്നു. കാമുകനും പോയി കരിയറും പോയി ഇരിക്കുന്ന അവസ്ഥയിൽ നാഗാർജുൻ വീണ്ടും വിളിക്കുന്നു, സിനിമയിൽ അഭിനയിപ്പിക്കുന്നു. അങ്ങനെ ആ സ്ട്രഗിളും കഴിഞ്ഞു. കഥ ശരിക്കും കല്യാണ വീഡിയോയിലേക്ക് കടക്കുന്നതോടെ ക്രിഞ്ചിന്റെ കളിയാണ്. ക്രിഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തവർ ഇതൊന്ന് കണ്ടാൽ മതി, പെട്ടെന്ന് മനസ്സിലാകും. ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന പേര് മലയാളത്തിലാക്കുന്നുണ്ടെങ്കിൽ വേദനിക്കുന്ന കോടീശ്വരി എന്നാക്കണമെന്ന് ഒരു ശുപാർശയുണ്ട്. അഴകിയ രാവണൻ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് ഒരു NOC വാങ്ങി വെക്കാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹത്തിന്റെ വേദി ഒരുക്കുന്ന സമയത്തൊക്കെ 100 കണക്കിന് തൊഴിലാളികളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്ന് ഇതിൽ തന്നെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. ഏത് ആരെങ്കിലും മൊബൈൽ എടുത്ത് ലീക്ക് ചെയ്താലോ? എങ്ങനെ? വല്ലവരുടെയും സിനിമയുടെ മേക്കിംഗ് വീഡിയോ എടുക്കുന്നത് പോലെ അല്ലല്ലോ ഇത്. നമ്മുടെ കാര്യമായി പോയില്ലേ?